ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്തേ ആയിഷ ഈ സ്ത്രീകളെല്ലാം ഈ പാതിരാത്രി എന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇവരുടെ ഭർത്താക്കന്മാർ ഇവരെ അടിക്കുന്നു എന്ന പരാതി പറഞ്ഞുകൊണ്ടാണ് ഈ പാതിരാ സമയത്ത് അങ്ങയുടെ വീടിനെ വലയം ചെയ്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരസ്യമായി പ്രഖ്യാപിച്ചു, ഹിജാസിന്റെ ഉടമകളെ, ഹിജാസിന്റെ മക്കളെ, ലോകത്തെ മുസ്ലിം സഹോദര സഹോദര സഹോദര, നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാരെ അടിക്കല്ലേ. അങ്ങനെ അടിക്കുന്നവൻ ലൈസ ഉലൈക ബിഖിയാരിഹിം, അവരിൽ നല്ലവരെ അല്ല, അവരിൽ നല്ലവരെ അല്ല, അവർ നികൃഷ്ടരാണ്, നെറികെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളാരും അടിക്കല്ലേ എന്ന് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരും അടിക്കല്ല കേട്ടോ, നിങ്ങൾ ആരും അടിക്കല്ല്. നബി തങ്ങൾ പറയാണ്, ഒരു രാത്രി 70ഓളം പെണ്ണുങ്ങളാണ് പരാതിയായിട്ട് വീട്ടിൽ വന്നത്. പാതിരാത്രി ഭർത്താക്കന്മാർ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതിയുമായി 70ഓളം പെണ്ണുങ്ങൾ, സ്ത്രീകൾ. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അടിയപ്പോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോടുള്ള കടപ്പാടിന്റെ പേരിൽ വീണ്ടും പറഞ്ഞു, ലാ യജ്ലിദു അഹദുക്കും ഇംറാതഹു ജൽദൽ അബ്ദ്, അടിമയെ അടിക്കുന്നത് പോലെ നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരെ അടിച്ചു പോകരുത്. സുമ്മ യുജാമിഉഹാ ഫീ ആഖിരിൽ ലൈൽ, ഭാര്യയെ അടിച്ച് മൃഗീയമായ നിലയിൽ വേദനിപ്പിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചവിട്ടി താഴ്ത്തിയിട്ട് അവന്റെ ശാരീരിക വികാരം പൂർത്തിയാക്കാൻ പാതിരാ കഴിഞ്ഞ സമയത്ത് വേദന കൊണ്ട് മല്ലിടുന്ന പെണ്ണിനെ പിടിച്ച് മലർത്തിക്കിടത്തി അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ നാണമില്ലേ എന്ന് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ആവശ്യത്തിന് അടിച്ചങ്ങോട്ട് ഒതുക്കിയിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ നാണമില്ല. എനിക്ക് അടിക്കരുത് ഒരു ഭാര്യയെയും ഒരു പെണ്ണിനെയും. അങ്ങനെ നിനക്ക് നിന്റെ ഭാര്യയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എങ്കിൽ ഈ പീഡന മുറകളെല്ലാം ഒഴിവാക്കി ഇസ്ലാമിക വിധിപ്രകാരം, മതപ്രകാരം, നിയമനിർമ്മാണ പ്രകാരം തസ്രീഹിം ബിഇഹ്സാൻ, നല്ല നിലയിൽ നീ അങ്ങോട്ട് ഒഴിവാക്കിയരെ, നല്ല നിലയിൽ ഒഴിവാക്കിയാലേ. അതല്ലാതെ പീഡിപ്പിക്കാനോ പരസ്യപ്പെടുത്തി നാട്ടുകാരെ മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, SP ഓഫീസ്, രാജ്യത്തിന്റെ എല്ലാ ഓഫീസിലും ഈ പെണ്ണിനെയും കൊണ്ട് കയറിയിറങ്ങി വർഷങ്ങളായി, 8 വർഷമായി ഇവിടെ എനിക്ക് ഒഴിവാക്കി തരാൻ പറഞ്ഞിട്ട് ആരും ഒഴിവാക്കി തരുന്നില്ല, എനിക്കൊരു പെണ്ണ് കെട്ടാനും പറ്റുന്നില്ല, ആകെ ഇടങ്ങേറുണ്ട് അവലും കഞ്ഞിന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുഴുവനും മുന്നിൽ, അന്യപുരുഷന്മാരുടെ മുഴുവനും മുന്നിൽ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ട് നീ നടക്കരുത് എന്നർത്ഥം. യോജിക്കാൻ പറ്റൂലേ? ഉപദേശിച്ച് നോക്കുക, അടിച്ചു നോക്കുക, മാറി നോക്കുക. നടക്കൂല എങ്കിൽ പതുക്കെ ഇസ്ലാമിക നിയമപ്രകാരം ഖാദിമാരുടെ മുന്നിൽ പോയിട്ട് അവളെ അങ്ങോട്ട് നല്ല നിലയിൽ തസ്രീഹും ബിഇഹ്സാൻ, നല്ല നിലയിൽ അള്ളാഹും റസൂലും പറയുന്ന നിലയിൽ, മാന്യമായ നിലയിൽ അവളെ നീ അങ്ങോട്ട് ഒഴിവാക്കുക. ഈ കരാറാണ് കല്യാണത്തിന്റെ ദിവസം പെണ്ണിന്റെ പിതാവിന്റെ കയ്യിൽ കൈവച്ചുകൊണ്ട്, ചെറുപ്പക്കാരെ നിങ്ങൾ എടുക്കുന്ന കരാർ, ഈ കരാർ നിങ്ങൾ ഉടച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിന്ദ്യനായി തലകുനിച്ചു നിൽക്കേണ്ടി വരും. പടച്ചവൻ കാക്കട്ടെ. ഈ കരാറെല്ലാം പറഞ്ഞു പൂർത്തിയാക്കിയിട്ടാണ് അൽ ഫാത്തിഹ ഓതുന്നത്. ഫാത്തിഹായ ഒരു സാക്ഷ്യം. ഇതാണ് കല്യാണം. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ മാത്രയിൽ രണ്ടാമതായി ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് മംഗളാശംസ നേരലാണ്. എന്താ മംഗളാശംസ? ഓരോ പാർട്ടിക്കാരും അവരുടെ പത്രങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ വായിക്കും മംഗളാശംസ. അത് കുറെ സാഹിത്യ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ട് മംഗളാശംസ നേരുന്നു, മംഗളാശംസകൾ നേരുന്നു. ഇല്ല ഇല്ല, ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് പെണ്ണുങ്ങൾ പറയട്ടെ, അയ്യുഹസ്സൗജാൻ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. നവവരന്റെ കൈക്ക് പിടിച്ച് സുഹൃത്തുക്കൾ പറയട്ടെ, കല്യാണത്തിന് വന്ന സഹോദരങ്ങൾ പറയട്ടെ, അയ്യുഹസ്സൗജാൻ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. അതാണ് ഉസ്താദുമാർ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം പറയുന്നത്, അയ്യുഹസ്സൗജാൻ, ഓ നവവധൂവരനേ, ബാറകല്ലാഹു ലകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. വബാറക അലൈകുമാ, നിങ്ങളുടെ ജീവിതത്തിലും അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ, സന്തോഷകരമായ ജീവിതം നയിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും തുണ നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ.
വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. അതാ പറഞ്ഞത്. ഇതാണ് മംഗളാശംസ. എല്ലാവരുടെ കൈക്ക് പിടിച്ചും പറയണം. ഇത് ചെറുക്കന്മാരുടെ കൈക്ക് പിടിച്ച് കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു ആള് പോലും പറയും നമ്മൾ കണ്ടില്ല. പിന്നെ പറയും കൈ കൊടുത്തിട്ട് ഹായ് ഹായ് അളിയ അങ്ങനെ ഉണ്ട്. ഇതല്ലേ പറയുള്ളൂ. കൈക്ക് പിടിക്കുക. പെണ്ണോ ആ സമയത്ത് അല്ലാ പെണ്ണ് അവിടെ ഇരുന്നോണ്ട് കൺമശി ഇവിടെ പന്നിക്കാട്ട മോളെ ഇവിടെ ഇത്തിരി വിട്ടുപോയല്ലോ പന്നിക്കാട്ട ഇത് ഇച്ചോട് ഇങ്ങോട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ദുആ ചെയ്യാ ഇവക്കും ഇവനും വേണ്ടിട്ട്. ഇപ്പൊ ഇവനൊരു കൂസലില്ലാതെ ഈ കൈയൊക്കെ ഇങ്ങനെ തൊടയുടെ മുകളിലിട്ട് വെച്ചിട്ട് കിടക്കുന്ന പറഞ്ഞ് ഞാൻ ആട്ടിക്കൊണ്ടിരിക്കലാണ്. ഉത്തരവാദിത്തം വേണ്ടേ? ആമീൻ പിടിക്കുമ്പോ നിനക്ക് വേണ്ടിയാ ഇത്രയും പേര് ആമീൻ പിടിക്കുന്നത്, ആമീൻ പറയുന്നത്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്താണ്? ഇന്നലെ വരെ നീ ഏതോ കാടൻ ജീവിതം നയിച്ച് ഇന്ന് നീ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ വേണ്ടി കാലെടുത്ത് വെച്ചു. അങ്ങനെ നീ ഒരു ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കാത്തുകളും അള്ളാഹു ചൊരിഞ്ഞു തരുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത്രയും പേരെ സാക്ഷ്യപ്പെടുത്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നീ കുറച്ച് കൈകളൊക്കെ ഉയർത്തി ഭവ്യതയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ നെറ്റിയൊക്കെ ഒന്ന് കുനിച്ചുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് ആമീൻ പറ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ കല്യാണ വീട്ടിൽ പോകുമ്പോ ഈ ചെറുക്കന്റെ കൈ ആമീൻ എവിടെ കൈ ഇരിക്കുന്നത് ഇനിയെങ്കിലും നോക്കോ. ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയാ. ചങ്ങാതി നിനക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്. നീ ഒന്ന് കാര്യമായിട്ട് ആമീൻ പറ. നീ കാര്യമായിട്ട് ആമീൻ പറയാതെ ഞങ്ങൾ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ കാര്യമായി ആമീൻ പറയാത്തത് കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞിടം മുതൽ അടിയും വെള്ളപ്പൊക്കവും തുടങ്ങുന്നത്. കാര്യത്തിന് തുടക്കം അവിടുന്നാണ്. കാരണം ബർക്കത്ത് കിട്ടിയില്ല. ഖൈറായ നിലയിൽ അള്ളാഹു നിങ്ങളെ ഒരുമിപ്പിച്ചിട്ടില്ല. നീ ആമീൻ പറയാത്ത കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറ. കൈകൾ ഉയർത്തി പിടിച്ച് പടച്ചവനെ തെറ്റായി പോയല്ലോ, ഞാൻ കഴിഞ്ഞ ജീവിതങ്ങൾ ചെയ്ത തെറ്റുകൾ എല്ലാം നീ മാപ്പാക്കി ഈ ഒരു നല്ല കുടുംബ ജീവിതം അള്ളാഹുവെ ഭാസുരമായ ജീവിതം നിനക്ക് തൃപ്തിപ്പെട്ട നിലയിൽ അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് തരാൻ വേണ്ടി ആത്മാർത്ഥമായി ഒരു തുള്ളി കണ്ണുനീര് വീഴട്ടെ നിന്റെ കൈകളിലേക്ക്. അൽഹംദുലില്ലാ ആ കുടുംബ ജീവിതം അള്ളാഹു ബർക്കത്തിലാക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണെ ചെറുക്ക നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ദുആ ചെയ്തതിന് ശേഷം മംഗളാശംസ കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രിയായി മണിയറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ 2 റക്അത്ത് നീ ഒന്ന് സുന്നത്ത് നമസ്കരിക്കണേ. കൂടുതലൊന്നും വേണ്ട. 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കാൻ നിൽക്കണ്ട, സമയമില്ലല്ലോ. എത്രയോ ദിവസം കൊണ്ട് 5ാം ക്ലാസ് മുതൽ പെണ്ണിനെ നോട്ടം വിട്ട് 10ാം ക്ലാസ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് 12 വരെ നോട്ടം വിട്ട് 15ന്റെ അന്ന് കെട്ടിച്ചും തന്ന് ഇനി ഇവിടെ ഇരുന്ന് 20 റക്അത്ത് ഇവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നും അല്ല. അത് ഇത്ര നാള് കൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച കല്യാണമായത്. ബഹുമാനമുള്ള സഹോദര, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അള്ളാന്റെ തൃപ്തിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ ബന്ധപ്പെടലിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സന്താനമായി മാറുവാനും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം. ഫാത്തിമ ബീവി മണിയറയിലിരുന്ന് പൊട്ടി കരയുമ്പോൾ ഫാത്തിമ ബീവിയുടെ അരികത്തേക്ക് പോയിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മരുമോൻ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, എന്തേ ഫാത്തിമ നീ കരയുന്നത്? തറകാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദാനി ബി തഅതിർ റഹ്മാനി. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, ഫാത്തിമ, നിന്റെ കരച്ചിൽ എന്തിനാണ് ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, ഏതൊരു ചെറുപ്പക്കാരന്റെയും അഭിലാഷമാണ്, ആഗ്രഹമാണ് അവന്റെ വിവാഹ ദിവസം ആദ്യ രാത്രി പങ്കിടുക എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകാ മഹതികളാകണം, മാതൃകാ പുരുഷന്മാരാകണം. വഴിതെറ്റിപ്പോയ സന്താന പരമ്പരകളാകരുത്. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി മാറണം. മഹാനവറുകളെ, ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരു പന്തലിന്റെ കീഴിലാണ്, ഒരു കുടക്കീഴിലാണ്, ഒരു മണിയറയിലാണ്, ഒരു പുതപ്പിന്റെ കീഴിലാണ്. നാളെ ഈ ഫാത്തിമ ഒറ്റപ്പെട്ട ഒരു കുഴിക്കകത്ത് പോയി കിടക്കേണ്ടി വരും. നാളെ എന്റെ ഭ്രാന്തനായ എന്റെ ഭർത്താവായ അങ്ങും ഒറ്റപ്പെട്ട ഒരു കബറിനകത്ത് പോയി കിടക്കേണ്ടി വരും. മഹാനവർ
മഹാനവറുകളെ, ആ ഒറ്റപ്പെട്ട ജീവിതത്തിലും അല്ലാഹു നമ്മുടെ രണ്ടുപേരുടെയും ആത്മാവിനെ സംഗമിപ്പിക്കുവാൻ, സമ്മേളിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ ഈ ആദ്യ രാത്രിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്നത്തെ രാത്രി ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, ഉറക്കം മാറ്റിവെച്ച്, കുസൃതികൾ മാറ്റിവെച്ച്, രഹസ്യങ്ങൾ പരസ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ അനുവാദം തരുമോ ഇല്ലയോ എന്ന ശങ്ക എനിക്ക് വന്നുപോയി. അതാണ് ഞാൻ കരഞ്ഞു പോയത് മഹാനവറുകളെ. അത്രയുള്ളോ? പ്രശ്നമില്ല, ഒഴിവാക്കാം. തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദാനി ബി ത്വാതിർ റഹ്മാനി. രണ്ടുപേരും വിരിപ്പങ്ങൊഴിവാക്കി. വഖാമാ, അവർ രണ്ടുപേരും നിലകൊണ്ടു. ഫിദ്ദുജാ, നേരം വെളുക്കുവോളം അവർ നിന്നു. യതലദാനി, അവർ രണ്ടുപേരുടെയും ആനന്ദം, രണ്ടുപേരുടെയും കുസൃതി, രണ്ടുപേരുടെയും സന്തോഷം ബിത്വാതിർ റഹ്മാനി, കാരുണ്യവാനും പരമകാരുണികനുമായ തമ്പുരാനെ സ്തുതിക്കലിലൂടെയും പ്രകീർത്തിക്കലിലൂടെയും സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കലിലൂടെയും ആയിരുന്നു ആ അർദ്ധരാത്രി അവരുടെ രണ്ടുപേരുടെയും സന്തോഷം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരുടെ രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇറാഖിന്റെ മണ്ണിൽ വെള്ളം കിട്ടാതെ കണ്ട് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഓരത്ത് കിടന്ന് പിടഞ്ഞു ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടുവെങ്കിൽ സഹോദര, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാടിൽ ദുഃഖിച്ച ലോകമേ, മുഹറമിൽ നിങ്ങൾ ആ ഒരു സ്മരണ അയവിറക്കുമെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധജല തടാകത്തിന്റെ ഓരത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു മുസ്ലിം ഇന്ന് ലോകത്തുണ്ടോ? ഏതെങ്കിലും ജുമാ ഖുത്ബയിൽ ഹസൻ ഹുസൈനെ സ്മരിക്കാത്ത ഒരു ജുമയുണ്ടോ, ഒരു ദുആയുണ്ടോ?